കിണറ്റിൽ കിടക്കുന്ന തവള ഒരു ദിവസം മറ്റൊരു തവളയെ കണ്ടു. സമുദ്രത്തിൽ നിന്നൊരു തവള കിണറ്റിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ കിണറ്റിലെ മണ്ടൂകം ചോദിച്ചു, എവിടുന്നാ വരണമെന്ന് ചോദിച്ചു. സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രം എത്ര ഉണ്ടാവും? അത് വലിയ ജലരാശിയാണ്. എത്ര ജലം ഉണ്ടാവും? ധാരാളം, പറയാൻ പറ്റില്ല. അപ്പൊ ഈ തവള ചോദിച്ചു, ഇത്ര ഉണ്ടാവുമോ? തവള വിരല് കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത്ര ഉണ്ടാവുമോ? അയ്യോ അത്രയൊന്നുമല്ല, അത് പറയാൻ പറ്റില്ല. പിന്നെ ഇത്ര ഉണ്ടാവുമോ? അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല. ഇത്ര ഉണ്ടാവുമോ? അവസാനം തവള നിൽക്കുന്നിടത്ത് ഇത്തിരി ഒന്ന് ചാടി, ഇത്ര ഉണ്ടാവുമോ? അയ്യോ ഇതിനോടൊന്നും ഉപമിക്കാൻ വയ്യ, എന്റെ കിണറിന്റെ പകുതി ഉണ്ടാവുമോ? അയ്യോ തന്റെ കിണറിനോടൊന്നും സമുദ്രത്തിന്, എന്റെ കിണറിനേക്കാളും വലുതൊന്നുമില്ല. പിന്നെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഉപമ പറയൂ, ഏതുപോലെ ഉണ്ടാവും പറയൂ. അപ്പൊ അവസാനം ഈ തവള ആലോചിച്ചു, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ആ മുകളിൽ ആകാശം കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ആകാശത്തിനോട് മാത്രമേ ഉപമിക്കാൻ. അങ്ങനെ പറയൂ, ആകാശമേ കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കണത്. ഈ കിണറിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോ ആകാശം കിണറ്റിന്റെ പാരപ്പറ്റ് വാളിന്റെ ഉള്ളിലാണ് അല്ലേ? അതേപോലെ ശരീരമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ ഇരുന്നു കൊണ്ട് നോക്കുന്ന ജീവന് അഖണ്ഡമായ വസ്തു ഈ പൊട്ടക്കിണറ്റിന്റെ വട്ടക്കെട്ടിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ കഥ വെറും കഥയല്ല. ആ മണ്ഡൂകത്തിന് സത്യം കാണിച്ചു കൊടുക്കാനായി മാണ്ഡൂക്യ ഉപനിഷത്ത് വേണം. ആ മണ്ഡൂകം, പുറത്തുനിന്ന് വന്ന മണ്ഡൂകം കിണറ്റിലെ തവളയെ കൈപിടിച്ച് പൊക്കിക്കൊണ്ട് 3 വട്ടക്കെട്ടുണ്ട് ഈ കിണറിന്. ആ 3 വട്ടക്കെട്ടിലൂടെയും കയറ്റി 4ാമത്തെ വെട്ടവെളിയിൽ കൊണ്ടുവന്ന് ഇരുത്തി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 വട്ടക്കെട്ടും കടന്ന് ശുദ്ധമായ പരവെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ കിണറ്റിലെ തവള ചിദാകാശം കണ്ട് വായു പൊളിച്ചു. ഓം. നമ്മുടെ കഥയാണ്. കിണറ്റിലെ തവളയ്ക്ക് ആകാശത്തിനെയോ സമുദ്രത്തിനെയോ അനുഭവപ്പെടുത്തി കൊടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കിണറ്റിലെ 3 വട്ടക്കെട്ടും കടന്നു വന്ന് 4ാമത്തേതായ പാരപ്പറ്റ് വാളില് 3 വട്ടക്കെട്ട് മനസ്സിലായല്ലോ. നമ്മളുടെ ശരീരമാവുന്ന കിണറിൽ നമ്മൾ ഇരിക്കുമ്പോ ഈ കിണറിന് 3 വട്ടക്കെട്ടുണ്ട്. 3 അവസ്ഥ: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഇത് 3ഉം നമ്മൾ കാണുന്ന 3 സ്വപ്നമാണ്. 3 സ്വപ്നാൻ ധുനുതേ ഭുനിഹി എന്നാണ് ഭാഗവതം. ഈ 3 സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ജീവന് ശുദ്ധമായ ചിദാകാശം കാണണമെങ്കിൽ ഈ 3നും അപ്പുറം നിൽക്കുന്ന ആകാശത്തിലാണ് കിണറിരിക്കുന്നത്, കിണറ്റിലല്ല ആകാശം എന്നറിയാൻ കഴിയണം. അത് സ്പേസിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മളിലല്ല സ്പേസ്. പക്ഷെ ഒരു കുടം വെച്ചിരിക്കുമ്പോ കുടത്തിനകത്ത് സ്പേസ് ഉണ്ട് എന്ന് നമ്മള് വ്യവഹാര ഭാഷയിൽ പറയും. ഒരു കുടം വെച്ചിരിക്കുന്നു, കുടത്തിനകത്ത് സ്പേസ്, കുടത്തിന് പുറത്ത് സ്പേസ്. ഘടാകാശം, മഹാകാശം. പക്ഷേ കുടം പൊട്ടിച്ചാൽ കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസിന് എന്തായി? മഹാകാശത്തിൽ കലർന്നു. വാസ്തവത്തിൽ കലർന്നിട്ടുണ്ടോ? എപ്പോഴും കലർന്നിട്ട് തന്നെയാ ഇരുന്നിരിക്കുന്നത്. ഭേദമേ ഉണ്ടായിട്ടില്ല. ഈ കുടമൊന്നും മഹാകാശത്തിനെ വേർപിരിക്കാൻ പര്യാപ്തമല്ല. കുടത്തിലെ ഓരോ മണ്ണിലും മഹാകാശമുണ്ട്. കുടത്തിലെ ഓരോ തരി മണ്ണും പൊട്ടിച്ചാൽ അതിനകത്ത് സ്പേസ് ഉണ്ട്. സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കുടത്തിന് നിൽക്കാൻ പറ്റില്ല. അപ്പോ കുടം എന്നുള്ളത് വെറും കൽപ്പനയാണ്, സ്പേസേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ഈ മൈക്ക് ഇവിടെ ഇല്ലാന്നർത്ഥം. ഏത് സയന്റിസ്റ്റ് വേണമെങ്കിൽ വരട്ടെ. കാരണം മൈക്കിന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. മൈക്ക് എങ്ങനെ ഇരിക്കും? സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ദ്രവ്യത്തിന് ഇരിക്കാൻ പറ്റുമോ? സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഭാഷയിൽ തന്നെ പിഴവാണ്. സ്പേസാണ് ഉള്ളത്. സ്പേസിൽ വസ്തുവിന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ വസ്തു തോന്നണതോ വെറും മാജിക്, ഇന്ദ്രജാലം. ഇതറിഞ്ഞാലോ എനിക്ക് ശരീരമില്ല, ഇത് ശരിക്കറിഞ്ഞാൽ എനിക്ക് ദേഹമില്ല. പിന്നെ ദേഹം കാണുന്നുണ്ടല്ലോ, മാജിക്.
അപ്പൊ മാജിക് ഷോ മാത്രമാണ് ഈ ദേഹം എന്ന് എനിക്ക് വാസ്തവത്തിൽ കാണാമെങ്കിൽ ദേഹത്തിന് വ്യാധി വന്നാൽ എന്ത്, ദുഃഖം വന്നാൽ എന്ത്, വിഷമങ്ങൾ വന്നാൽ എന്ത്, മാജിക് ഷോയിൽ എന്ത് തന്നെ കാണാൻ പാടില്ല, സിനിമയിൽ എന്ത് തന്നെ കാണാൻ പാടില്ല.